കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്തെത്തിയിരിക്കുകയാണ്. വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിച്ചിരിക്കുന്നു കേരളം. ചെണ്ടകൊട്ടിയും ദേശീയ പതാക വീശിയുമാണ് പ്രദേശവാസികൾ കപ്പലിനെ സ്വീകരിച്ചത്. മദർഷിപ്പിന്റെ നിയന്ത്രണം തുറമുഖത്തിന്റെ ക്യാപ്റ്റൻ ഏറ്റെടുക്കുകയും ചെയ്തു. രാവിലെ 7:30യോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. കപ്പലിനെ സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടഗ് ബോട്ടുകൾക്കൊപ്പമാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. തുറമുഖത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ടഗിലുണ്ടായിരുന്നു. രാവിലെ 7:15ഓടെയാണ് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തിയത്. സിയാമെൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് 8 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത്. ഡാനിഷ് കമ്പനിയായ മെക്സിക്കിന്റെ ഈ കപ്പലിന് 9 വർഷം പഴക്കമുണ്ട്. മാർഷൽ ദ്വീപ് പതാകയേന്തിയ കപ്പൽ ജൂലൈ 2-നാണ് സിയാമെനിൽ നിന്ന് പുറപ്പെട്ടത്. 2000-ലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. കപ്പലിന്റെ ബർത്തിങ് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ, കസ്റ്റംസ് ക്ലിയറൻസും നടക്കും. പബ്ലിക് ഹെൽത്ത് ഓഫീസർ നൽകുന്ന മെഡിക്കൽ ക്ലിയറൻസും ഇതിന് ആവശ്യമാണ്. പിന്നാലെ കണ്ടെയ്നറുകൾ ഇറക്കുകയും ചെയ്യും. വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ കൂറ്റൻ ക്രെയിനുകളാകും ചരക്ക് ഇറക്കുക. ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനില്ലാത്ത അത്ര ശേഷിയുള്ള 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ 23 യാർഡ് ക്രെയിനുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്ക് ഇറക്കുകയും കയറ്റുകയും നിയന്ത്രിക്കാനും കഴിയും. കൂറ്റൻ ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കുകയാണ് ഇപ്പോൾ. കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ടെർമിനൽ ട്രക്കുകളിലേക്ക് മാറ്റുകയും ചെയ്യും. യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ യാർഡിൽ അടുക്കി വയ്ക്കുന്ന ജോലിയും പിന്നീട് നടക്കും. സാൻ ഫെർണാണ്ടോ കപ്പലിൽ മലയാളി ജീവനക്കാരനും ഉണ്ട്. പാലക്കാട് വാണിയംകുളം സ്വദേശി പ്രജീഷാണ് കപ്പലിലെ മലയാളി. പ്രജീഷ് അടക്കം 5 ഇന്ത്യക്കാരും 17 വിദേശികളും ഉൾപ്പെടെ 22 ജീവനക്കാരാണ് കപ്പലിലുള്ളത്.